80%, 90% പൊള്ളലേറ്റ് ഹോസ്പിറ്റൽ ആക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്ത വരികയാണ്. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രവാസികൾക്കാണെങ്കിൽ, മുഴക്കുന്ന പ്രവാസികൾക്കാണെങ്കിൽ ഇതുവരെ പടച്ചോന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അതാവ് കൊടുത്തിട്ടില്ല. പിന്നീട് അവിടെ സംഭവിച്ചിട്ടുണ്ടാകും. ഹോസ്പിറ്റലിൽ എന്ത് സംഭവിച്ചു? ടെക്ടോക്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ നല്ല പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇത് 6ാമത്തെ പാർട്ടാണ്. നമ്മുടെ കഥ തുടങ്ങിയിട്ട് ഇത് 6ാമത്തേതാണ്. കാരണം 1, 2, 3, 4, 5 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ പാർട്ട് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ കണ്ടിന്യൂസ് മനസ്സിലാവും. ഒരു കഥയാണ്. ഈ കഥയിൽ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ആർക്കും ഒരു ബന്ധമില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ യാദൃശ്ചികം മാത്രമാണ്, ആരും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അല്ല. ഞാൻ എഴുതിയൊരു കഥയാണ്. അത് മുഴക്കുന്ന് കേന്ദ്രീകരിച്ചിട്ട് ചെറിയൊരു കഥ, വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അങ്ങനെ ഒരു കഥ എഴുതിയതാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിലില്ല, പല ആൾക്കും അങ്ങനെ തോന്നിയിട്ട് എന്നെ വിളിക്കുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫാണ്, അവരുടെ ലൈഫാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് വെച്ച് അമ്മാനെ മാടർന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണികളൊക്കെയാണ് വരുന്നത്. അത് ആരും ഉദ്ദേശിച്ചല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മളിവിടെ പറയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്കും പറയാം, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്കും ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പം കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയാം. സത്യം പറയൽ എന്നുള്ള എൻ്റെ പുതിയ ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇതൊന്ന് കാണുക. പറ്റുകയാണെങ്കിൽ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് ഇതൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നല്ലതിന് വേണ്ടി മാത്രം നിലകൊള്ളുക. എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ എല്ലാ തൗഫീക്കും ഉണ്ടാവട്ടെ. നല്ലത് പറയാനും കേൾക്കുവാനും ചെയ്യുവാനും, കേൾക്കുവാൻ പ്രത്യേകിച്ച് വേണം. നല്ലത് മാത്രമേ നമുക്ക് കേൾക്കുവാൻ വരട്ടെ എന്ന് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം എപ്പോഴും. കാരണം നമ്മളെ ഇന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നത് പല ഇതേപോലുള്ള സോഷ്യൽ മീഡിയ, ഇതേപോലെ തന്നെ പറയാം. എന്നെ വേണമെങ്കിൽ നിങ്ങൾക്കത് എന്നെ നോക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതേപോലുള്ള സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ലൈഫ്, എൻ്റെ ഇതെന്ന് പറയുക ജീവിതത്തിലെ ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നല്ല ടിപ്സ്. അവർ കാണുന്ന ആ സന്തോഷം എന്നല്ല, ആദ്യം മദർക്കും പിന്നെ കൈക്കും എന്നൊക്കെ പറയുന്ന പോലെ അത് അവരുടെ ആ ലീലാവിലാസങ്ങൾ കണ്ടിട്ടും സൂയിക്കാനോ, അല്ലെങ്കിൽ അവരുടെ ഈ സെൻറ്റി അടിച്ചിട്ടുള്ളതോ നമ്മളെ വികാരം കീഴ്പ്പെടുത്തുന്ന രീതിയിൽ അവരുടെ എല്ലാ പെരുമാറ്റവും ആ തൊലി നിറവും കാണിച്ച്, അല്ലെങ്കിൽ ഒരു സെൻറ്റിയായി നിന്ന് ഒരു 9നെ പോലെ തന്നെ ഒരുത്തനെ അടുത്തിരുത്തി ഇവനാണ് എൻ്റെ എല്ലാം, ആദ്യത്തതൊന്നും ഒന്നുമല്ല, എൻ്റെ മക്കളെ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു ഒന്നും പറയുന്നത് നമുക്ക് ഒരാളെ കൊണ്ടുമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്നും പറയുന്ന നമുക്ക് ഒരുപാട് ഫാമിലീസ് ഉണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഈ യൂട്യൂബിൽ കാണുന്ന ഫാമിലീസ് ഒന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇതായിരിക്കില്ല സ്ഥിതി. ക്യാമറ ഓഫാക്കി കഴിഞ്ഞാൽ അവിടെ അടി തുടങ്ങുന്ന ഫാമിലീസ് ഒരുപാട് എനിക്ക് അറിയുന്നുണ്ട്. നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പം ഇതൊക്കെയാണ് അവസ്ഥകൾ. എന്നിട്ട് അവസാനം അവർ വേരുപിരിയുന്ന രീതിയിലോട്ടൊക്കെയാണ് പോകുന്നത്. കാരണം അതിൻ്റെ പോക്ക് അങ്ങനെയാണ്. ഓക്കെ, അതൊന്നുമല്ല നമ്മളെ വിഷയം. നമ്മുടെ വിഷയത്തിലോട്ട് വരികയാണ്. നമ്മുടെ പാർട്ട് 6 ആരംഭിക്കുകയാണ്. നമ്മൾ 5ൽ നിർത്തിയത് എവിടെയാ? നമ്മുടെ ഫാസിൽ ഗൾഫിലേക്ക് പോവുകയാണ്, റിയാദിലോട്ട് പോവുകയാണല്ലോ. അവസാനമായിട്ടും റിയാദിലോട്ട് പോവുകയാണ്. അവിടെ ഒരു പല കാര്യങ്ങളും സംഭവിക്കുകയാണ്. അവസാന യാത്ര എന്ന് വേണം പറയാം. നമ്മുടെ ഫാസിലിന് സംഭവിക്കുന്നത്, ഫാസിലിൻ്റെ ജീവിതത്തിൽ ഒരു അവസാന പ്രവാസ യാത്രയായിരുന്നു അത് എന്നുള്ളത് വളരെ ഖേദകരമാണ്. അവിടെ ജോലി ചെയ്യാണ്. നിങ്ങൾക്കറിയാമോ അവിടുത്തെ അവസ്ഥ, സൗദിയിലെ റിയാദിലൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ്. എവിടെയും സൗദി പൊതുവേ, ഞാൻ ആദ്യം പറഞ്ഞു, സൗദി പൊതുവേ നമുക്ക് ഒരു എനിക്ക് പ്രവാസികളുടെ കുടുംബത്തോട് പറയാനുള്ളത്, നാട്ടിൽ നിന്ന് നമ്മൾ പ്രവാസത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച നമുക്കൊരു മന്തായിരിക്കും, ഒരു എന്താ പറയുക, ഒരു ഹാങ് ഓവർ ആയിരിക്കും. നമുക്ക് ഒരിക്കലും നല്ലൊരു ജോലി ചെയ്യാനോ നല്ലൊരു വർത്തമാനം പറയാനോ നല്ലൊരു ചിരിക്കാനോ കളിക്കാനോ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. ആ സമയത്ത് നാട്ടിൽ നിന്നും നിങ്ങൾ ഒരു കാരണവശാലും അവരെ വിളിച്ചിട്ട് കുറേ ആവശ്യങ്ങളോ കുറേ ബുദ്ധിമുട്ടുകളോ കുറേ കാര്യങ്ങൾ സങ്കടം ഒന്നും പറയും. ചില ഭാര്യമാരുണ്ട് വെറുതെ വന്നിട്ട് ഉപദ്രവിക്കും അവരൊന്ന് വിളിക്കുക പോലും ചെയ്യില്ല. കലാസമയങ്ങളും അവർക്ക് മറ്റുള്ളതൊക്കെ പറയാനും ചെയ്യാനും ഉറങ്ങാനും എല്ലാ സമയങ്ങളുണ്ടാവും. പക്ഷെ എന്നാലും ഭർത്താവിനൊന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ എത്ര സുഖമുണ്ട്. ആ കേൾക്കുന്ന ഭർത്താവിന് എത്ര സന്തോഷം ഉണ്ടാവും. അവർ പിന്നെയും സ്നേഹം കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാത്ത എത്രയോ ഭാര്യമാരുണ്ട്, എത്രയോ സുഹൃത്തുക്കൾ ഭാര്യമാർ, എത്രയോ അറിയുന്നവർ നമുക്ക് ഇടയിൽ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ മാതാപിതാക്കളും ഒന്നും ഭാര്യ അങ്ങനെ ചെയ്തു, ഭാര്യ അവിടെ പോയിട്ട് വന്നിട്ടില്ല, അതും അവരോട് പറയരുത്. ആ സമയത്തൊക്കെ വല്ലാതെ പ്രഷറിൽ നിൽക്കുന്ന സമയമായിരിക്കും പ്രവാസികൾ, ഒക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ അവൻ അവിടെ ജോലി തുടരുന്നു. ഇവൻ നമ്മുടെ നായികയായ
നമ്മുടെ കഥയിലെ നായികയായ ഹസീന നാട്ടിൽ അടിപൊളിയായി ജോലി തുടരുന്നു. അവർ തന്നെ എല്ലാം എന്നുള്ള രീതിയിൽ അവർ തന്നെ കുറച്ച് വലിയ എന്താ പറയുക ഭയങ്കര ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ളവരാണ്, ഞാൻ ഒരു ഓഫീസ് നടത്തുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം അറിയുന്ന എല്ലാ തെരികിടെയും അറിയുന്നതാണ് എന്നുള്ള ചിന്താഗതിയിൽ എല്ലാ പെക്കൂത്തുകൾക്കും എല്ലാ കൃത്രിമ രേഖകൾ ഉണ്ടാക്കാൻ പോലും ഈ ഹസീന എന്ന ഈ മോഹൻ്റെ ഭാര്യ കൂട്ടുനിന്നിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇവിടെ നാട്ടിൽ ഇവരാണ് എല്ലാ കൂട്ടുകാർക്കും ഇവരാണ് എല്ലാം വലിയവൾ എന്നുള്ള രീതിയിലാണ് എല്ലാ പാർട്ടികൾക്കും ഇവരാണ് കോർഡിനേറ്റ് ചെയ്യുക. പക്ഷേ അവരുടെ വണ്ടി, അവരുടെ ഓഫീസ്, അവരുടെ വീട് എല്ലാം ഈ പാവപ്പെട്ട പ്രവാസി ഉണ്ടാക്കി കൊടുത്തതാണ്. ആ പ്രവാസിനെ നയിക്കാൻ അയച്ചിരിക്കുകയാണ്, ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് എന്നുള്ളത് ഒരു കുട്ടിയും അറിയുന്നില്ല. ഇവർക്കും പഞ്ചാരയും ഫാസിലിന്റെ സഹോദരങ്ങളുടെ ഭാര്യമാരൊക്കെ ഇവർ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പൊ അങ്ങനെ ജോലി തുടരുകയാണ്. ആ ജോലിയിൽ എന്താണ് സംഭവിച്ചത്? അങ്ങനെ ഫാസിൽ അവിടെ നല്ല ജോലി ചെയ്യാണ്. ഒരു അറബി വീട്ടിലാണ്. അറബി വീട്ടിൽ ഞങ്ങൾക്കറിയാം പ്രവാസികൾ അറബി വീട്ടിൽ ജോലി ചെയ്യുന്നത് ഡ്രൈവർ ആയിരിക്കാം. പക്ഷെ ചിലപ്പം പാത്രം കഴുകേണ്ടി വരും, ചിലപ്പം വണ്ടി കഴുകേണ്ടി വരും, വണ്ടി എന്തായാലും കഴുകണം, പിന്നെ പുല്ല് വെട്ടേണ്ടി വരും, പുല്ല് നനക്കേണ്ടി വരും, കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കേണ്ടി വരും, വീട്ടിലേക്ക് സാധനം കൊണ്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള മുത്തച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഹോസ്പിറ്റലിൽ അവിടെയൊക്കെ സ്ഥിരം കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയൊക്കെ ജോലിയൊക്കെ ഒരു പ്രഷറുള്ള ജോലിയാണ്. എപ്പോഴും വിളിക്കും. ഹൗസ് ഡ്രൈവർ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മയ്യത്തിന് കാവലിരിക്കുക എന്നുള്ള പറയുന്ന പോലെയാണ്. കാരണം എപ്പോഴും അവിടെ ജാഗ്രതയിലിരിക്കണം. 24 hours എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോൾ അവിടെ ഇരിക്കണം. അങ്ങനെയുള്ള ഒരു ജോലിയാണ്. ഭയങ്കര ടെൻഷനുള്ള ജോലി തന്നെയാണ്. പക്ഷെ ചില സ്ഥലത്തൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ചെറിയ ജോലികൾ, നല്ല ജോലികളൊക്കെ ഉണ്ട് കേട്ടോ, ഡ്രൈവർ ജോലി. അങ്ങനെ ഇവനിക്ക് കൊടുത്തത് ചെറിയ റൂമാണ്, ഔട്ടേജിൽ എന്ന് പറയുമ്പോൾ വീടിന്റെ പുറത്തായിട്ട്. അപ്പോൾ അവിടെ കുക്കിംഗ് ഒക്കെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെയുള്ള ചെറിയ റൂമും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതാണ്. പക്ഷേ അവിടെ സംഭവിച്ചത്, അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാട്ടിൽ വലിയൊരു വാർത്ത പ്രചരിക്കുകയാണ്. വലിയൊരു വാർത്ത നമ്മൾ ഒരിക്കലും കേൾക്കാൻ താല്പര്യമില്ലാത്ത, വർഷങ്ങളോളം പ്രവാസിയായിട്ട് എന്ന മുഴക്കുന്നിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു വാർത്ത നമ്മുടെ കഥയിൽ ഇങ്ങനെ വരികയാണ് കേട്ടോ. ആ വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ ഫാസിൽ അവിടെ വലിയൊരു തീപ്പൊള്ളലേറ്റ് 90% തീപ്പൊള്ളലേറ്റ് 80%, 90% പൊള്ളലേറ്റ് ഹോസ്പിറ്റൽ ആക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്ത വരികയാണ്. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രവാസികൾക്കാണെങ്കിൽ, മുഴക്കുന്ന പ്രവാസികൾക്കാണെങ്കിൽ ഇതുവരെ പടച്ചോന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അതാവ് കൊടുത്തിട്ടില്ല. അൽഹംദുലില്ലാ കൊടുക്കൂല. കാരണം അത്രയും എല്ലാവരും സഹായിക്കുന്ന ഒരു ടീമാണ് മുഴക്കുന്ന പ്രവാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ജീവിക്കുന്നവരാണ്. കാരണം മുഴക്കുന്ന പ്രവാസികൾ എപ്പോഴും കൂട്ടായ്മ, ഒരുപാട് സംഘടനകളുണ്ട്, പാർട്ടിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എന്നാലും പ്രവാസി കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അങ്ങനെ കൂട്ടായ്മ ഇരിക്കുന്ന നമ്മളെ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പക്കാരൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ മുതിർന്നവർ അവിടെ ഉണ്ടെങ്കിൽ അവർ വേഗം വന്ന് എന്തൊക്കെ വിശേഷം കാര്യങ്ങളൊക്കെ തിരക്കി, അപ്പോൾ ഒരു 100 റിയാലൊക്കെ പോക്കറ്റിലിട്ട് അന്ന് പോകുന്ന അത്രയും സൗഹാർദ്ദമുള്ള പ്രവാസി കൂട്ടായ്മയാണ് നമ്മുടെ മുഴക്കുന്നിലെ പ്രവാസി. അപ്പോൾ ഈ വാർത്ത നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ഒരു വാർത്ത ഒരാളും പ്രതീക്ഷിക്കുന്നില്ല, ഇതുവരെ കേൾവിയില്ല. അങ്ങനെ ആ വാർത്ത ആദ്യമായിട്ട് കേൾക്കുന്നതാണ് നമ്മൾ അതിശയപ്പെട്ടു പോയി, അത്ഭുതപ്പെട്ടു പോയി. അള്ളാഹുവേ പ്രാർത്ഥിച്ച് എല്ലാവരും ആ കുട്ടിക്കൊന്നും വരുത്തരുതേ, ആ സഹോദരനൊന്നും വരുത്തരുതേ, അവരിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഹോസ്പിറ്റലായിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ വാർത്ത ആരാണ് ആദ്യം അറിയുന്നത്? ഈ ഹസീനയാണ്. നമുക്കറിയാം ചെറിയ റൂമിലാണ് അപകടം ഉണ്ടായത്. ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായത്. റൂം മുഴുവൻ ബന്ധാക്കിയിട്ടാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഓരോ കഥ പോകുന്ന ഇത് നോക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ഈ കഥയിൽ തന്നെ ലയിച്ച് നിൽക്കുക. റൂം മുഴുവനും ബന്ധാക്കിയിട്ടുള്ള എല്ലാ ഡോറുകളും മെയിൻ ഡോറുകളും എപ്പോഴും ബന്ധാക്കാതിരിക്കുന്ന മെയിൻ ഡോറുകളും ബന്ധാക്കിയിട്ടാണ് ഈ എക്സ്പ്ലോഷൻ ഉണ്ടായിരിക്കുന്നത്, ഈ തീജാലം ഉണ്ടായിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണ് ആർക്കും ഒരു നിശ്ചയമില്ല. അവിടെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു അത്ഭുതപ്പെടുത്തുന്ന, നിങ്ങൾ ഞെട്ടലോടെ കേൾക്കുന്ന ഒരു സംഭവം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അവിടെ ഒരാളുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. ആരാണ് അയാൾ? നമ്മുടെ ഹസീന, നമ്മുടെ കഥാപാത്രം ഹസീനയുടെ ഇപ്പോൾ കൂട്ടി നടക്കുന്ന, ഇപ്പോൾ ഒന്നിച്ച് കടന്നുറങ്ങുന്ന ഒരു വ്യക്തിയുണ്ട്. കല്യാണം പോലും കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കുന്ന രേഖകൾ ഏതോ ലോകത്തിന്റെ ഏതോ ഭാഗത്തുനിന്ന് പേപ്പറിൽ അടിച്ചു കൊണ്ടുപോകുന്ന രേഖകൾ കൊണ്ട് കാണിക്കാൻ നമ്മുടെ കഥാപാത്രത്തിന്റെ ഹസീന. മനസ്സിലായോ? അവനാണെങ്കിലോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരു നായകനാണ്. അവനെ കണ്ടാലോ നമുക്കൊരു 9ന്റെ ഒരു ലുക്കൊക്കെ തോന്നിയെന്ന് വരാം. അത് എൻ്റെ കഥാപാത്രത്തിൽ ഞാൻ അങ്ങനെയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം അടുത്ത് വരുന്ന ഈ ഹസീനയുടെ ലവർക്ക്, ഒന്നിച്ച് കടന്നുറങ്ങുന്ന ലവർക്ക്, വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്ന ലവർക്ക് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നത് ഒരു 9ന്റെ ലുക്കാണ്. അപ്പോൾ ഇവന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു, റിയാദിലുണ്ടായിരുന്നു, ഇവന്റെ റൂമിന് ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. വിശ്വസനീയമായ ഒരു രീതിയിലാണ് നമ്മുടെ കഥ ഇങ്ങനെ പോകുന്നത്.
എന്തിനവിടെ വന്നു? എന്തിന് ഈ ഫാസിൽ, പുറത്തുപോയ ഫാസിൽ തിരിച്ചു വന്ന് ഡോറൊക്കെ അടച്ചു? എന്തിനടച്ചു? ഒന്നും ആർക്കും മനസ്സിലാകുന്നില്ല. ഒരു അന്വേഷണത്തിന്റെ ആവശ്യകത ഇവിടെയാണ് ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഡോർ അടച്ച് എക്സ്പ്ലോഷൻ ആയി ഇത്രയും പൊട്ടിത്തെറിച്ചെടുത്തുനിന്ന് ഫോൺ വിളിക്കുകയാണ്. ആരാ? ഹസീനയെ, ഞാനിങ്ങനെ പൊള്ളലേറ്റിട്ടുണ്ട്, എനിക്കൊന്നും കാണുന്നില്ല, പറ്റുന്നില്ല, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, ബോധം കെട്ട് കിടക്കുന്ന ഒരാണ് പറയുന്നത്. അത്രയും പൊള്ളലേറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെ ഫോൺ എടുത്ത് സംസാരിച്ചു? എങ്ങനെ ഫോൺ പൊട്ടിത്തെറിക്കാതിരുന്നു? ഒക്കെ ഒരു ചോദ്യചിഹ്നമാണ് അവിടെ. അപ്പൊ ഫോൺ എടുത്ത് പറഞ്ഞു. എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ വിശ്വസിക്കാത്ത ആൾക്കാരും അന്നുണ്ടായിരുന്നു. ഈ കഥ എഴുതുന്ന ഞാൻ പോലും അത് വിശ്വസിച്ചു. അങ്ങനെ കഥ ഇങ്ങനെ പോവുകയാണ്. കഥ, ഞാൻ വീണ്ടും പറയുകയാണ്, ഈ കഥയിൽ ആർക്കും തോന്നുകയാണെങ്കിൽ ആരും ഇതിൽ ഒരു കഥാപാത്രമല്ല, യാദൃശികം മാത്രമാണ്. അങ്ങനെ അവിടെ അറബി ഓടി വന്ന് ആ ഡോറൊക്കെ പൊട്ടി അടിച്ച് പൊളിച്ച് അങ്ങനെ ആ ഫാസിലിനെ എടുത്ത് വണ്ടിയിലിട്ടിട്ട് നേരെ ഹോസ്പിറ്റലിലിട്ട് പോവുകയാണ്. ഇതാണ് അവിടെ നടന്ന ആ ആക്സിഡന്റ് ഉണ്ടായ സംഭവം. അള്ളാഹു നമ്മെ എല്ലാവരെയും, നമ്മളെ കുട്ടികളെയും നമ്മെ എല്ലാവരെയും ഈ ഇത്രയും അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഏത് മുഖേനയും ഏത് പിശാചിന്റെ ശക്തിക്കും നമ്മളെ തകർക്കാൻ പറ്റല്ലേ അല്ലാഹ്. ശൈത്താന്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഏത് ഫിത്തിനെ തൊട്ടും കാക്കണേ അല്ലാഹ്. ഞാൻ കൂടെ പറയാം, ആമീൻ പറയാം മക്കളെ. ഈ ഫിത്തിനെ തൊട്ട് കേൾക്കുന്നത് നമുക്ക് അതിനെ തൊട്ടും കാക്കട്ടെ അല്ലാഹ്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലാകുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ എല്ലാവരും ദുആയിൽ നിൽക്കുകയാണ്. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണ്? പിന്നീട് അവിടെ സംഭവിച്ചത് എന്താണ്? ഹോസ്പിറ്റലിൽ എന്ത് സംഭവിച്ചു, നാട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ആകാംക്ഷയാണുള്ളത്. പക്ഷേ എൻ്റെ ഈ കഥാകൃത്ത് ഇവിടെ കഥ നിർത്തുകയാണ്. ഇനി അടുത്ത പാർട്ട് ആരംഭിക്കും. ഒരുപാട് കഥകൾ പറയാനുണ്ട്. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഒരിക്കലും എൻ്റെ കഥയിൽ കഥ എഴുതുന്ന എനിക്ക് പോലും എന്താ പറയുക പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അത്രയും ഇനി അങ്ങോട്ട് വരാനുള്ള കഥകൾ അങ്ങനെയാണ്. ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളത് പോലും നമുക്ക് ചിലപ്പം കഥയിൽ തോന്നിപ്പോകും. അപ്പം ആ രീതിയിലോട്ട് കഥ പോകും. അതുകൊണ്ട് നമ്മ എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നല്ലത് കേൾക്കാനും പറയുവാനും ചിന്തിക്കുവാനുള്ള കഴിവ് അള്ളാഹു തരുമാറാവട്ടെ. ടിപ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലൈഫിലോട്ട് ഇട്ടുതരുന്ന ടിപ്സുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഈ കിടപ്പുമുറിയിൽ കാണിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് വേറെയാളെ പച്ചറിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നതോ എല്ലാ ടിപ്സ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സഹോദരിമാർ മനസ്സിലാക്കണം. ഒരുപാട് സഹോദരിമാരുണ്ട് അതൊക്കെ കേട്ട് ഇങ്ങനെ ആർത്തുല്ലസിക്കുന്നത്, ഇതാണ് ജീവിതം എന്നൊക്കെ. പക്ഷെ പച്ചക്കള്ളം പറഞ്ഞിട്ട് നിങ്ങളെ മനസ്സ് കീഴടക്കിയിരിക്കുകയാണ്. ഒന്നുമല്ല. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ എല്ലാ പാട്ടും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ നടക്കുന്നത്, ഈ ലോകത്ത് എന്താണ് നടക്കുന്നതെന്നൊക്കെ. ഒക്കെ മനസ്സിലാക്കാനുള്ള കഴിവും ശക്തിയും മനസ്സും എല്ലാം അള്ളാഹു നീയൊക്കെ തരുമാറാവട്ടെ. എല്ലാവരും തൊട്ടും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകം ദുആൽ ഉൾപ്പെടുത്തുക. ആയുസ് നീട്ടിക്കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ്. അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.